അപ്പോൾ എമയുടെ ഫീച്ചേഴ്സ് നമ്മൾ തപ്പുമ്പോൾ നമുക്ക് 4 ലെയറുകൾ കാണുന്നുണ്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മളിവിടെ നോക്കുമ്പോൾ 2 ലെയറേ കാണുന്നുള്ളൂ. കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പഴയതുപോലെ ഇങ്ങനെ ചെറുതായി ചുരുങ്ങി ചുരുങ്ങി പോകുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, മിസ്റ്റർ മലയാളി ടെക്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. അത് ഒരു മാട്രസിൻ്റെയാണ്. ഇത് നിങ്ങൾ പലരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, എമ മാട്രസ് ഓൾ ദ വേ ഫ്രം ജർമ്മനി എന്നൊക്കെ. അപ്പോൾ ഇത് ജർമ്മനിയിലല്ല ഉണ്ടാക്കുന്നത്, ഇന്ത്യയിൽ തന്നെയാണ്, ഹരിയാനയിലാണ്. അപ്പോൾ നമുക്ക് പക്ഷേ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ആ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ അതിനെ നമുക്കൊന്ന് തുറന്നു നോക്കാം, അതിനുശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഒരു കത്തിയുണ്ട്, ഞാൻ ഇത് വെച്ച് ഇതൊന്ന് പാക്കൊന്ന് കണ്ടിക്കട്ടെ. ഇത് ബ്ലൂ ഡാർട്ടിൻ്റെ ഡെലിവറിയൊക്കെ ഫാസ്റ്റ് ഡെലിവറിയൊക്കെ ആയിരുന്നു. പറഞ്ഞ ഡേറ്റ് തന്നെ സാധനം വന്നിട്ടുണ്ട്. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊഡക്റ്റ് വന്നാൽ തന്നെ പേ ചെയ്താൽ മതിയല്ലോ. ഞാൻ എമയുടെ സൈറ്റിൽ നിന്ന് തന്നെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ആക്ച്വലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കീറിയിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഒരു ടോപ്പ് എടുത്താൽ അകത്തുനിന്ന് വലിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരൊരു ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതാ നോക്കൂ. ഇത് തന്നെ അവർ നമ്മൾ ഇതിലൊക്കെ കാണാറുള്ള, റീൽസിലൊക്കെ കാണാറുള്ള അതേപോലെ തന്നെ ഒരു ടൂളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എമയുടെ മാട്രസുകൾ ഞാൻ സൈറ്റിൽ നോക്കുന്ന സമയത്ത് 4 തരം മാട്രസുകൾ ഉണ്ടായിരുന്നു. അതിൽ എവരിഡേ ഓർത്തോ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം, ഈ പറയുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്നൊക്കെ തന്നെ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോൾ തന്നെ ഇത്തിരി എനർജിയൊക്കെ വേണ്ടി വരും. നമ്മൾ ടൂള് പുറത്തെടുക്കാം. ഇതിൻ്റെ അകത്തൊരു നൈഫൊക്കെ ഉണ്ട്, ഇതാ. ഇപ്പോൾ നല്ല കംപ്രസ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനിലാണ് ബെഡ് ഉള്ളത്. നമ്മളിനി കട്ട് ചെയ്യുമ്പോഴാണ് ഇത് വലുതാവുക. ഇത് കട്ട് ചെയ്ത വഴി എയർ വലിച്ചെടുത്ത് ബെഡ് വേഗം തന്നെ എക്സ്പാൻഡ് ആവാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ബെഡിന് എന്തെങ്കിലും ഡാമേജ് പറ്റുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇവർ തരുന്ന ഈ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 48x75 ആണ്. 48x75 ഇഞ്ചിൻ്റെ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ടൈറ്റായിട്ട് ഞാൻ ബെഡിൻ്റെ അളവ് എടുത്തിട്ടാണ്, കട്ടിലിൻ്റെ അളവ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ കുറച്ച് ഇതുപോലെ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് മാട്രസ് കിടന്ന് ഇളകാതിരിക്കാൻ നല്ല ടൈറ്റാണിപ്പോൾ. ഇപ്പോൾ തന്നെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ സൈസിൽ നിന്ന് ശരിക്കും വലുതായിട്ടുണ്ട്. ഞാൻ എമയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് എമ ബ്ലാക്ക് മാട്രസ് ആണ്. ആക്ച്വലി ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത് ഹരിയാനയിലാണെന്നുണ്ടെങ്കിലും ജർമ്മനിയിലാണ് ഇതിൻ്റെ ടെക്നോളജി കണ്ടെത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഡബിൾ സൈസാണ് ഓർഡർ ചെയ്തത്. ഇത് 6 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, അതായത് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. പിന്നെ നമുക്ക് 3 ഓപ്ഷനായിട്ട് കിട്ടുന്നുണ്ട്. ഇഞ്ചസിൽ നോക്കുമ്പോൾ 48 ആയിരിക്കും എല്ലായിടത്തും, അതായത് 4 അടി. പിന്നെ നമ്മളുടെ 6 അടി എന്നുള്ള നീളം നമുക്ക് 72 ഇഞ്ചും 75 ഇഞ്ചും 78 ഇഞ്ചുമായിട്ട് സെറ്റ് ചെയ്യാം. കട്ടിലിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ബെഡിൻ്റെ ലെങ്ത്ത് സെറ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരുന്നത് 75 ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നല്ല ഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. ആ എൻഡിലും ഈ എൻഡിലും വന്ന് നന്നായി ടൈറ്റായി തന്നെ ബെഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബെഡ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിക്കാതിരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അവർ പറയുന്നുണ്ട് ഗ്രിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, എന്നാലും നമുക്ക് നല്ല ടൈറ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നത് നല്ലതാണല്ലോ. നമുക്ക് ഭാവിയിലൊരു ബെഡ്ഷീറ്റ് ഇടുമ്പോൾ അത് നല്ല രീതിയിൽ ഫിറ്റായിട്ട് നിർത്താനും ഇത് ഉപയോഗപ്പെടും. നല്ല ഗ്രിപ്പുള്ള ഒരു മെറ്റീരിയലാണ് പുറകിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ ഡോട്ടുകൾ ഈ ഫാബ്രിക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കട്ടിലുമായിട്ട് നല്ല ഗ്രിപ്പ് ഉണ്ടാവും. വെറുതെ അങ്ങോട്ട് തെന്നി കളിക്കാൻ സാധ്യതയില്ല. പിന്നെ എടുത്ത് പൊക്കാനൊക്കെ ആയിട്ട് നമുക്ക് സൈഡിൽ തന്നെ 2 ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നുന്നൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന കവറിൽ വരുന്നിട്ടുള്ളത്. അതുതന്നെ നല്ല വേവായിട്ടുള്ള ഈ ഡിസൈനും വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എമയുടെ ഫീച്ചേഴ്സ് നമ്മൾ തപ്പുമ്പോൾ നമുക്ക് 4 ലെയറുകൾ കാണുന്നുണ്ട് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മളിവിടെ നോക്കുമ്പോൾ 2 ലെയറേ കാണുന്നുള്ളൂ.
പക്ഷേ എന്നിരുന്നാൽ അവരുദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലെയർ ഇത്, സെക്കൻഡ് ലെയർ ഇത്, തേർഡ് ലെയർ ഇത്, ഇതുപോലെ ഇതിൻ്റെ അടിയിലത്തെ കോട്ടിങ്ങുള്ള ഒരു ലെയർ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർ 4 ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ കവർ തന്നെയാണ്. ഇത് വളരെ സോഫ്റ്റാണ്. നമ്മൾ പൊതുവേ ഇതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും നമുക്ക് ഇതുമ്മേ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ആ ഒരു സപ്പോർട്ടിനെ കുറിച്ചാണ് ഫസ്റ്റ് ലെയർ ഇവർ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് വരുന്നത് ഈ എയർഗോ ഫോം ആണ്. എയർഗോ സെൽ ഫോം എന്ന് പറയുന്നത് ഇത് ബ്രീത്തബിൾ മെറ്റീരിയലാണ്. ഇതിൻ്റെ സുഷിരങ്ങളിലൂടെ ബ്രീത്തബിളാണ് ഈ വൈറ്റ് ലെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും അത് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ താഴെ കാണുന്ന ഈ ഒരു വലിയ ഏരിയയാണ് ഇതിൻ്റെ മെയിൻ പോർഷനായിട്ട് വരുന്നത്. ഈ ബ്ലാക്ക് ഏരിയ ഇതിനെ നമുക്ക് നമ്മുടെ സാധാരണ ലാക്റ്റസിൽ നിന്ന് 40% അധികം നമ്മുടെ ബോഡി അലൈൻമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോമും കൂടി പിന്നെ ഇതിൻ്റെ അടിയിലുള്ള താഴത്തെ റീൻഫോഴ്സ് എഡ്ജ് എന്ന് പറയുന്ന മൊത്തത്തിൽ ഇതിൻ്റെ ഈ സൈഡിലുള്ള കാര്യങ്ങൾ, ഈ സൈഡിലെ ലെയറും ഇതിൻ്റെ അടിയിലത്തെ ഗ്രിപ്പുള്ള ലെയറും എല്ലാം കൂടിയിട്ട് ഈ ബെഡിനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നു. അങ്ങനെയാണ് ഇവർ 4 ലെയറുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെഡ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്കറിയാം ഒരു കംപ്രസ് ചെയ്ത് ചുരുക്കി റോൾ ചെയ്തിട്ടൊക്കെയാണ് നമുക്കിത് ഡെലിവറി തരുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് എത്രമാത്രം നാൾ ഇതിങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇത്രയും തിക്നെസ്സിൽ തന്നെ ഇതിൻ്റെ ബെഡ് സർവൈവ് ചെയ്യുമെന്നുള്ളത്. കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പഴയതുപോലെ ഇങ്ങനെ ചെറിയ ചുരുങ്ങി പോവുക എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് വിശ്വസിച്ച് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് 100 നൈറ്റ് നമുക്ക് ട്രെയിലാണെന്നുള്ളതാണ്. അതായത് 100 നൈറ്റ് നമ്മൾ കിടന്നു നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തിരിച്ചെടുത്തോളാം എന്നൊക്കെയാണ് സൈറ്റിൽ എഴുതിയിട്ടുള്ളത്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഇഫ് നമുക്കിത് ഇഷ്ടപ്പെട്ടു, ഇത് വർക്കിംഗ് ആണെന്ന് തോന്നിയാൽ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെയായിരിക്കും അവർ അത്തരത്തിലൊരു ഓഫർ നമുക്ക് തരുന്നത്. എന്തായാലും നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഇരിക്കും വളരെ സോഫ്റ്റായിട്ട് എനിക്കൊരു എന്താ പറയുക, കുഷൻ നമ്മുടെ സോഫ സെറ്റിയിൽ കുഷനിലേക്ക് ഇരിക്കുന്നൊരു ഫീലാണ് ബെഡിലിരിക്കുമ്പോൾ സാധാരണ നമ്മളുടെ മാട്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ പൊസിഷനിലേക്ക് തിരിച്ച് ബെഡ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയൊന്ന് കിടന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നറിയാം. കിടക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മൾ ബോഡിയുടെ കർവുകളൊക്കെ ഈ ബെഡ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഉരുണ്ടു പോകാത്ത രീതിയിൽ ഇതിൽ ഫിക്സ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ചെറുതായിട്ടൊരു കഴുത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ബെഡൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ അവരെ സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 9599 രൂപയായിരുന്നു. അത് 40% ഓഫർ എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ യഥാർത്ഥ വില എന്താണെന്ന് നമുക്കറിയില്ല. അത് കമ്പനി നിശ്ചയിക്കുന്ന വില തന്നെയാണ്. എന്തായാലും ആ പ്രൈസിൽ നിന്ന് പിന്നെ ഒരു 10% ഓഫറും കൂടി കിട്ടി. അങ്ങനെ 8599 രൂപയ്ക്ക് ഇവിടെ എനിക്ക് ഡെലിവേർഡ് ആയിട്ട് കിട്ടി. ഇനി നമുക്കിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാനൊരു ഡീറ്റെയിൽ റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.